നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കാണാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് +1 നെക്സ്റ്റ് പോർഷൻ, അതായത് ഇന്ത്യയുടെ ജോഗ്രഫി അഥവാ ഭൂപ്രകൃതിയുടെ ഫസ്റ്റ് പോർഷൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫസ്റ്റ് പോർഷനകത്ത് ശരിക്കും നമ്മൾ എന്താണ് ചർച്ച ചെയ്തത്? ഭൗമ വിഭാഗങ്ങളാണ് ചർച്ച ചെയ്തത്. എന്നാൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഭൂപ്രകൃതി അഥവാ ഫിസിയോഗ്രഫി. ആരുടെ? ഇന്ത്യയുടെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കേൾക്കുക, ഇപ്പം തന്നെ പഠിക്കുക, ഇപ്പം തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അതിനുശേഷം നിങ്ങൾ തന്നെ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കുവാണെങ്കിൽ ഇന്ന് പഠിക്കുന്ന ഈ ഒരു ചിലപ്പം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു 1, 2, 3 പേജ് മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ അതിനകത്തൊന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ 20, 25, 50 ഒക്കെ ഫാക്ട്സ് കാണും അതിനകത്ത്. അതുകൊണ്ട് സെൻറ്റൻസ് വൈസ് തന്നെ നിങ്ങൾക്ക് നോട്ട് പ്രിപ്പയർ ചെയ്ത് പോകാവുന്നതാണ്. സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു പ്രദേശത്തിന്റെ ഭൂപ്രകൃതി എന്നത് ഘടന, ഭൗമ പ്രക്രിയകൾ, പരിണാമഘട്ടങ്ങൾ എന്നിവയുടെ അന്തിമ ഫലമാണ്. അത് ഞാൻ പറയേണ്ട കാര്യമില്ല അല്ലേ? ഒരു പ്രദേശത്തിന്റെ ഭൂപ്രകൃതി അഥവാ ഫിസിയോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മുടെ പറയത്തില്ലേ, ഇപ്പൊ കിഴക്കൻ നാടുകൾ എന്ന് പറയുമ്പോൾ അവിടെ മലനിരകളാണ് കൂടുതലായിട്ടുള്ളത്. പടിഞ്ഞാട്ട് വരുന്ന സമയത്ത് എന്താണ്, അത് സമതലങ്ങളായിട്ട് മാറുന്നു. അവിടുത്തെ മണ്ണ് അതിനകത്ത് വരും അല്ലെ? ചുമന്ന മണ്ണ് അല്ലെങ്കിൽ പഞ്ചാര മണ്ണ്, അങ്ങനെ ഓരോ തരത്തിലുള്ള മണ്ണ്, ഇതെല്ലാം എന്തിനകത്ത് വരും? ഭൂപ്രകൃതി എന്ന് പറയുന്ന ഭാഗത്തിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഒരു പ്രദേശത്തിന്റെ ഭൂപ്രകൃതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടുത്തെ ഘടന, അതുപോലെ ഭൗമ പ്രക്രിയകൾ, ഭൂമിയിലെ ആ ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രക്രിയകൾ അല്ലെ, പരിണാമഘട്ടങ്ങൾ എന്നിവയുടെ അന്തിമ ഫലമാണ്. അപ്പോൾ ഒരു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു പ്രദേശമായിരിക്കില്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഭൗതിക ഘടകങ്ങളിലുള്ള വൈവിധ്യമാണ് ഇന്ത്യൻ ഭൂപ്രദേശത്തിന്റെ സവിശേഷത. ഇന്ത്യയുടെ വടക്ക് വിവിധ കൊടുമുടികളും മനോഹരമായ താഴ്വരകളും ആഴമേറിയ ഗിരികന്ധരങ്ങളും അടങ്ങുന്ന നിരയായ പർവ്വത നിരകൾ ഉൾപ്പെടുന്ന നിമ്നോന്നത ഭൂപ്രകൃതിയും. വടക്ക് എന്ന് പറയുമ്പം ഏതാണ്? വടക്കെന്ന് പറയുമ്പോൾ ഈ പോർഷനാണ് നമ്മുടെ വടക്കു ഭാഗം എന്ന് പറയുന്നത്. അവിടെ എന്താണ് കാണപ്പെടുന്നത്? ഹിമാലയ പർവ്വതമാണ് അല്ലേ? അപ്പോൾ വടക്കോട്ട് പോകും തോറും കൂടുതൽ കൊടുമുടികളും അതുപോലെ നിമ്നോന്നത താഴ്വരകള്, ഗിരികന്ധരങ്ങള്, ആഴമേറിയ അതുപോലെ എന്താണ് താഴ്വരങ്ങളും ഒത്തിരി കാണാറുള്ള ഒരു സ്ഥലമാണ്. തെക്ക് വൻതോതിൽ മുറിക്കപ്പെട്ട പീഠഭൂമികൾ. തെക്കോട്ട് വരും തോറിൽ എന്താണ്? പീഠഭൂമി. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു പീഠഭൂമി. കച്ചിനടുത്തായിട്ട് ഈ ഒരു പോർഷൻ എല്ലാം എന്താണ്? പീഠഭൂമിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് പോകും തോറും, തെക്കോട്ട് പോകും തോറും പീഠഭൂമിയും, മനസ്സിലാവോ? വൻതോതിൽ മുറിക്കപ്പെട്ട പീഠഭൂമികൾ, അപരദനത്തിന് വിധേയമായ ശിലകൾ, ചെങ്കുത്തായ ചരിവുകളുടെ നിര എന്നിവ ഉൾപ്പെട്ട പീഠഭൂമികളാണ് തെക്കോട്ട് വരും തോറും. ഇവ രണ്ടിനും മധ്യേ വിശാലമായ ഉത്തരേന്ത്യൻ സമതലം. അപ്പം വടക്ക് നമ്മുടെ പർവ്വതങ്ങള്, തെക്കോട്ട് പോകും തോറും പീഠഭൂമി. ഈ ഒരു പോർഷനിൽ നിന്നും പീഠഭൂമി തുടങ്ങുകയാണ്. ഇങ്ങനെ കിടക്കുന്ന പീഠഭൂമി, ഇതിന്റെ രണ്ടിന്റെയും നടുക്കായിട്ട് കണ്ടോ, നോർത്തേൺ പ്ലെയിൻസ്, സമതല പ്രദേശങ്ങൾ. ഇവിടെ ഇങ്ങനെ പാസ് ചെയ്തു പോകുന്നത് സമതലങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ താഴെ പറയുന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളായിട്ട് തരംതിരിക്കുന്നു. അപ്പൊ ഇന്ത്യയിൽ എത്ര ഭൂപ്രകൃതി വിഭാഗങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാം? പ്രധാനമായും 6 തരംതിരിക്കാം. 1, വടക്കൻ വടക്കുകിഴക്ക് പർവ്വതങ്ങൾ, വടക്കൻ സമതലങ്ങൾ. എന്താണ് വടക്ക് കിഴക്ക് പർവ്വതങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നോർത്ത് ഈസ്റ്റ് മൗണ്ടൻ റീജിയൻസ്. വടക്കൻ സമതലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നോർത്തേൺ പ്ലെയിൻസ്. അതുപോലെ ഉപദ്വീപീയ പീഠഭൂമി, എന്താണ്? പെനിൻസുലാർ പ്ലേറ്റ്യൂ എന്നൊക്കെ നമ്മൾ പറയില്ലേ? അതുപോലെ ഇന്ത്യൻ മരുഭൂമി അല്ലേ? മരുഭൂമിയുണ്ട്. തീരസമതലങ്ങൾ. തീരസമതലം എന്ന് പറയുമ്പോൾ ഊഹിക്കാം, എന്നിട്ട് ഇതൊക്കെയാണ് ഇവിടെ കടലിനോട് ചേർന്ന് കിടക്കുന്നതാണ് തീരസമതലങ്ങൾ. അതുപോലെ തന്നെ ദ്വീപുകൾ എന്നിവ അടങ്ങിയതാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. പഠിച്ചോ? വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ, വടക്കൻ സമതലം, അത് കഴിഞ്ഞാൽ പീഠഭൂമി, അത് കഴിഞ്ഞാൽ ഒരു സൈഡിലായിട്ട് കുറച്ച് മരുഭൂമിയുണ്ട്, അത് കഴിഞ്ഞാൽ തീരസമതലങ്ങൾ വരുന്നു, കൂട്ടത്തിൽ ദ്വീപുകൾ അടങ്ങുന്നതാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് വടക്കു കിഴക്കൻ പർവ്വതങ്ങളുടെ പ്രത്യേകതകളാണ്. പറയുന്ന സമയത്ത് ഓരോ പോയിന്റ്സും നന്നായിട്ട് നോക്കുക, അപ്പൊ തന്നെ എഴുതുക. 1, ഹിമാലയ പർവ്വതവും വടക്കു കിഴക്കൻ കുന്നുകളുമാണ് വടക്കു കിഴക്കൻ പർവ്വത നിരകളിൽ ഉൾപ്പെടുന്നത്. എന്താണ്? നോർത്തേൺ മൗണ്ടൻ റീജിയൻ എന്ന് പറയുമ്പം അവിടെ ഹിമാലയ പർവ്വതവും അതുപോലെ തന്നെ വടക്കു കിഴക്ക് കുന്നുകൾ എല്ലാം കൂടി ഉൾപ്പെടുന്നതാണ്, അല്ലെങ്കിൽ പർവ്വതങ്ങൾ ഉൾപ്പെടുന്നതാണ് വടക്കു കിഴക്കൻ പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. സമാന്തരമായ പർവ്വതങ്ങളുടെ നിരയാണ് എന്താണ്? സമാന്തരമായി കിടക്കുന്ന പർവ്വതങ്ങളുടെ നിരയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സമാന്തരമായി കിടക്കുന്ന നിരകളാണ് എന്ത്? ഹിമാലയം എന്ന് പറയുന്നത്. ഗ്രേറ്റ് ഹിമാലയവും ട്രാൻസ് ഹിമാലയ നിരയിൽ ഉൾപ്പെടുന്ന ഗ്രേറ്റർ ഹിമാലയ പർവ്വതനിര, മധ്യ ഹിമാലയം,
സിവാലിക് എന്നിവയാണ് പ്രധാന പർവ്വത നിരകൾ. എന്താണ്? ഒന്നുകൂടെ നോക്കാം. ഹിമാലയം, ഗ്രേറ്റ് ഹിമാലയവും ട്രാൻസ് ഹിമാലയ നിരയും ഉൾപ്പെടുന്ന ഗ്രേറ്റർ ഹിമാലയ നിര. ഒന്നുകൂടെ പറയാം. ഗ്രേറ്റ് ഹിമാലയവും ട്രാൻസ് ഹിമാലയ നിരയും ഉൾപ്പെടുന്ന ഗ്രേറ്റർ ഹിമാലയം. അപ്പോൾ ഗ്രേറ്റർ ഹിമാലയൻ പർവ്വത നിരയിൽ ആരൊക്കെ പെടും? ഗ്രേറ്റ് ഹിമാലയം പെടും, ട്രാൻസ് ഹിമാലയം പെടും, അതിൻ്റെ പർവ്വത നിരയും പെടും. കൂട്ടത്തിൽ മധ്യ ഹിമാലയം. അപ്പോൾ ഒന്നെന്താണ്? ഗ്രേറ്റർ ഹിമാലയ, 2 മധ്യ ഹിമാലയം, 3 സിവാലിക്. അപ്പോൾ 3 കാര്യങ്ങളാണ് ഇവിടുത്തെ പ്രധാന പർവ്വത നിരകൾ. എവിടുത്തെ? നമ്മുടെ എവിടുത്തെയാണ് പറയുന്നത്? ഹിമാലയ പർവ്വതത്തെ പ്രധാനമായും 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഗ്രേറ്റർ ഹിമാലയ പർവ്വത നിര, അതിൽ ആരൊക്കെ പെടും? ഗ്രേറ്റ് ഹിമാലയവും ട്രാൻസ് ഹിമാലയ നിരയും ഉൾപ്പെടും. അതുപോലെ മധ്യ ഹിമാലയം, അതുപോലെ സിവാലിക് എന്നിവയാണ് ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകൾ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് വടക്കു പടിഞ്ഞാറ് നിന്നും തെക്ക് കിഴക്ക് ദിശയിലേക്കാണ് ഈ പർവ്വത നിരകളുടെ പൊതുവായ ക്രമീകരണം. ഒന്നുകൂടെ നോക്കിയേ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് വടക്കു പടിഞ്ഞാറ് നിന്നും തെക്ക് കിഴക്ക് ദിശയിലേക്കാണ്. ഇതൊന്ന് നോക്കിക്കോ. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം, ഇതാണല്ലോ പടിഞ്ഞാറ്, ഇതാണ് വടക്ക്. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് നിന്നും, ഇതാണ് ഉദ്ദേശിക്കുന്നത് വടക്ക്, ഇവിടുത്തെ വെസ്റ്റ് ഇതാണ്. വടക്ക് പടിഞ്ഞാറ് നിന്നും തെക്ക് കിഴക്കോട്ട്, അതായത് ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഹിമാലയത്തിൻ്റെ ഒരു ദിശ അല്ലെങ്കിൽ പർവ്വത നിരകളുടെ ക്രമീകരണം. ഡാർജിലിംഗ്, സിക്കിം പ്രദേശങ്ങളിൽ ഹിമാലയം കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഡാർജിലിംഗ്, സിക്കിം തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇതെങ്ങനെയാണ്? തെക്ക് കിഴക്ക്. അത് ഇവിടെ ആയിട്ടാണല്ലോ ഡാർജിലിംഗും സിക്കിങ്ങും ഒക്കെ. അപ്പം ഇവിടെ എങ്ങനെയാണ്? തെക്ക് കിഴക്ക് ഭാഗത്താണ് ഇത് ഹിമാലയത്തിൻ്റെ കിടപ്പ്. എന്നാൽ അരുണാചൽ പ്രദേശിൽ അവ തെക്കു പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറായിട്ടാണ് കാണപ്പെടുന്നത്. തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറായിട്ടാണ്. അരുണാചൽ പ്രദേശ് ഇവിടെയാണല്ലോ. ഇവിടോട്ട് പോകും തോറും ഇതെങ്ങനെയാണ്? തെക്ക് പടിഞ്ഞാറ്, ഇത് തെക്കാണല്ലോ, തെക്ക്, ഇതാണ് തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷനിലാണ് എന്ത് കാണപ്പെടുന്നത്? ഹിമാലയൻ നിരകൾ കാണപ്പെടുന്നത്. എവിടെ? അരുണാചൽ പ്രദേശിൽ. എന്നാൽ നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം എന്നിവിടങ്ങളിൽ അവ വടക്ക് തെക്കായി കാണപ്പെടുന്നു. ഇത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നാം, പക്ഷെ നിങ്ങൾ ആ മാപ്പ് എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നെക്സ്റ്റ് നോക്കാം. മധ്യനിര എന്നും അറിയപ്പെടുന്ന ഗ്രേറ്റ് ഹിമാലയ പർവ്വത നിരയ്ക്ക് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഏകദേശം 2500 കിലോമീറ്റർ നീളവും വടക്ക് നിന്ന് തെക്കോട്ട് 160 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുമുണ്ട്. ഒന്നുകൂടെ പറയാം. മറ്റൊരു പേര് എന്താണ്? ഗ്രേറ്റർ ഹിമാലയത്തിൻ്റെ അല്ലെങ്കിൽ ഗ്രേറ്റ് ഹിമാലയത്തിൻ്റെ മറ്റൊരു പേരാണ് സെൻട്രൽ ആക്സിയൽ റേഞ്ച് അഥവാ മധ്യനിര. തെറ്റിക്കത്തില്ലല്ലോ. മധ്യനിര എന്നറിയപ്പെടുന്നത് എന്താണ്? ഗ്രേറ്റ് ഹിമാലയ പർവ്വത നിരയാണ്. അതിൻ്റെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഏകദേശം 2500 കിലോമീറ്റർ നീളവും വടക്കു നിന്ന് തെക്കോട്ട് 160 മുതൽ 400 കിലോമീറ്റർ വീതിയുമാണ് ഉള്ളത്. ഏതിൻ്റെ കാര്യമാണ് പറയുന്നത്? നോർത്തേൺ ഹിമാലയൻ മൗണ്ടൻ റീജിയൻ്റെ കാര്യമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യ കിഴക്കനേഷ്യൻ രാജ്യങ്ങൾക്കുമിടയിൽ ഹിമാലയം ശക്തമായ നീണ്ട മതിൽ പോലെ നിലകൊള്ളുന്നുവെന്ന് ഭൂപടത്തിൽ നിന്ന് നമുക്കറിയാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ്, ഹിമാലയം ഒരു ഭൗതിക അതിർത്തി മാത്രമല്ല, കാലാവസ്ഥാപരവും നീരൊഴുക്കുപരവും സാംസ്കാരികവുമായ ഒരു അതിർത്തി കൂടിയാണ്. ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളുടെ ഭൂപരിസ്ഥിതിയിൽ ഹിമാലയത്തിന്റെ സ്വാധീനം കണ്ടെത്താൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്കറിയാം ഇത് നമ്മുടെ കാലാവസ്ഥയെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് നമ്മുടെ രാജ്യത്തേക്ക് പല ആൾക്കാരും കടക്കാൻ പറ്റാതെ പോയതും എല്ലാം എന്തുകൊണ്ടായിരുന്നു? ഹിമാലയം ഉള്ളത് കൊണ്ടായിരുന്നു. ഹിമാലയത്തിൽ തന്നെ വലിയ തോതിൽ പ്രാദേശിക വ്യത്യാസങ്ങളുണ്ട്. ഭൂപ്രകൃതി, പർവ്വതനിരകളുടെ ക്രമീകരണം, ഭൂരൂപങ്ങൾ എന്നിവയുടെ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ താഴെ പറയുന്ന ഉപവിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. അപ്പം ഹിമാലയത്തെ നമ്മൾ പറഞ്ഞു 3ആയിട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ. അതുപോലെ തന്നെ ഹിമാലയത്തിൻ്റെ ഓരോ പ്രദേശങ്ങളിലും പല പല വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് ഹിമാലയത്തെ തന്നെ നമുക്ക് കുറച്ച് ഉപവിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. ഒന്ന്, കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം. ഏറ്റവും മുകളിലായിട്ട് ഇവിടെ കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ്. ഇവിടെ വെസ്റ്റ് ആണ്, നിങ്ങൾ ആലോചിക്കുക. ഇവിടെ വെസ്റ്റ് ആണ്, ഇത് നോർത്താണ്. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഹിമാലയം എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷനാണ്. അപ്പോൾ കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഹിമാലയം. 2, ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം. ഹിമാചലും ഉത്തരാഖണ്ഡ് ഹിമാലയം, ഡാർജിലിംഗ് സിക്കിം ഹിമാലയം, അരുണാചൽ ഹിമാലയം, കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും. എന്തൊക്കെയാണ്? ഒന്നുകൂടെ പറയാം.
ആദ്യം കാശ്മീർ ഹിമാലയം, അതിനുശേഷം ഉത്തരാഖണ്ഡ് വരും, ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം. അതെവിടെയായിട്ടാണെന്ന് അറിയാമല്ലോ, ഉത്തരാഖണ്ഡ് നേണ്ട ഈ ഒരു പോർഷനിലാണ്. അപ്പോൾ ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുന്ന ഒരു പോർഷൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിക്കിം എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി ഇങ്ങോട്ട് നീങ്ങിയിട്ടാണ് അല്ലേ. അപ്പം അവിടുത്തെ പറയുന്ന പേരാണ് ഡാർജിലിംഗ് സിക്കിം ഹിമാലയം. അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഇങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇവിടെ അരുണാചൽ പ്രദേശുണ്ട്. അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കുറേ സ്ഥലങ്ങളാണല്ലേ, അതായത് നാഗാലാൻഡ്, മണിപ്പൂർ. അതിനെ വിളിക്കുന്ന പേരാണ് കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും. അങ്ങനെ എത്ര ഉപവിഭാഗങ്ങളുണ്ട്? 5 ഉപവിഭാഗങ്ങളാണ് ഹിമാലയത്തിനുള്ളത്. തെറ്റിക്കത്തില്ലല്ലോ. ഇനി ബാക്കി നോക്കാം, ഓരോന്നിൻ്റെയും നോക്കാം. കാശ്മീർ അല്ലെങ്കിൽ വടക്കു പടിഞ്ഞാറൻ ഹിമാലയം, അതായത് ഈ ഒരു പോർഷനെ പറ്റിയിട്ട് മാത്രമാണ് ഇനിയും പറയാൻ പോകുന്നത്. വരച്ച് ഇപ്പം വരയ്ക്കാൻ കാണാൻ പറ്റാത്ത രീതിയായേക്കുക. കാറക്കോറം, ലഡാക്ക്, സസ്കർ, പിർപ്പാഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്നത് കാശ്മീരിലാണ് അല്ലെങ്കിൽ വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലാണ്. കാറക്കോറം, ലഡാക്ക്, സസ്കർ, പിർപ്പാഞ്ചൽ എന്ന പർവ്വതനിരകൾ എവിടെ കാണപ്പെടുന്നു? വടക്കു പടിഞ്ഞാറൻ ഹിമാലയം അല്ലെങ്കിൽ കാശ്മീർ ഹിമാലയത്തിലുണ്ട്. കാശ്മീർ ഹിമാലയത്തിന്റെ വടക്ക് കിഴക്കു ഭാഗം ഒരു ശീത മരുഭൂമിയാണ്. ഇതാണ് ശീത മരുഭൂമിയാണ്, കോൾഡ് ഡെസേർട്ട് ആണ്. ഏത് ഭാഗം? കാശ്മീർ ഹിമാലയത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗം. അതായത് ഇങ്ങോട്ട് വരും തോറും ഈ ഒരു പോർഷൻ, ഇത് വടക്ക്, ഇങ്ങോട്ട് വരും തോറും ഇത് കിഴക്കെന്നാണ് പറയുന്നത് കേട്ടോ. വടക്ക് കിഴക്ക് ഭാഗം ഒരു കോൾഡ് ഡെസേർട്ട് ആണെന്ന് നമുക്ക് പറയാം. അത് ഗ്രേറ്റർ ഹിമാലയത്തിനും കാറക്കോറം പർവ്വതനിരയ്ക്കും ഇടയിലാണ്. എവിടെയാണ് ശീത മരുഭൂമി അഥവാ കോൾഡ് ഡെസേർട്ട് കാണപ്പെടുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ ഗ്രേറ്റർ ഹിമാലയത്തിനും കാറക്കോറം പർവ്വതനിരയ്ക്കും ഇടയിലാണ് കാണപ്പെടുന്നത്. ലോകപ്രശസ്തമായ കാശ്മീർ താഴ്വര, ദാൽ തടാകം ഗ്രേറ്റ് ഹിമാലയത്തിനും പിർപ്പാഞ്ചൽ പർവ്വതനിരയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. ഒന്നുകൂടെ പറഞ്ഞേ, ഏറ്റവും പ്രശസ്തമായ കാശ്മീർ താഴ്വരയും ദാൽ തടാകവും സ്ഥിതി ചെയ്യുന്നത് പിർപ്പാഞ്ചൽ പർവ്വതനിരയ്ക്കും ഗ്രേറ്റ് ഹിമാലയത്തിനും ഇടയിലാണ്. ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ഹിമാനികളായ സിയാച്ചിനും ബോൾതാരോയും ഈ പ്രദേശത്ത് കാണപ്പെടുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഹിമാനികളായ സിയാച്ചിൻ ബോർഡർ എന്ന് കേട്ടിട്ടില്ലേ, ബോൾതാരോയും ഈ പ്രദേശത്താണ് കാണപ്പെടുന്നത്. കുങ്കുമപ്പൂവ് കൃഷിക്ക് അനുയോജ്യമായ കരേവ മണ്ണിനത്തിനും കാശ്മീർ ഹിമാലയം പ്രസിദ്ധമാണ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ്? കരേവ. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹിമാനി നിക്ഷേപണ ഭൂരൂപമായ മൊറൈനുകളോടൊപ്പമുള്ള ഹിമാനി കളിമണ്ണും മറ്റു വസ്തുക്കളും ചേർന്ന് രൂപപ്പെടുന്ന കനമേറിയ നിക്ഷേപമാണ് കരേവ എന്ന് പറയുന്ന മണ്ണ്. എന്തൊക്കെയാണ്? ഹിമാനി നിക്ഷേപണ രൂപമായ മൊറൈനുകളോടൊപ്പം ഹിമാനി കളിമണ്ണും മറ്റു വസ്തുക്കളും ചേർന്ന് രൂപപ്പെടുന്ന കനമേറിയ നിക്ഷേപം, അഥവാ നമുക്ക് മണ്ണെന്ന് പറയാം, കരേവ. കരേവ എന്തിനാണ് പ്രസിദ്ധം? കുങ്കുമപ്പൂവ് കൃഷിക്ക്. കുങ്കുമപ്പൂ എവിടെയാണ് വളരുന്നത്? കാശ്മീർ ഹിമാലയത്തിലാണ് അല്ലേ. ഇനി ഗ്രേറ്റ് ഹിമാലയത്തിലെ സോജില, പിർപ്പഞ്ചലിലെ ബനിഹാൾ, സസ്കർ പർവ്വതനിരയിലെ ഫോട്ടുല, ലഡാക്ക് മലനിരയിലെ ഖർദുങ്ല എന്നിവയാണ് ഈ പ്രദേശത്തെ പ്രധാന ചുരങ്ങൾ. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ഗ്രേറ്റ് ഹിമാലയത്തിലെ സോജില പാസ് കേട്ടിട്ടുണ്ടോ? സോജില, പിർപ്പഞ്ചലിലെ ബനിഹാള്, സസ്കർ പർവ്വതനിരയിലെ ഫോട്ടുല, ലഡാക്ക് മലനിരയിലെ ഖർദുങ്ല എന്നിവയാണ് ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട ചുരങ്ങൾ എന്ന് പറയുന്നത്. ധാൽ, വൂളാർ എന്നീ ശുദ്ധജല തടാകങ്ങളും പാങ്കോങ്സോ, ഇതിപ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു പേരായിരിക്കും പത്രത്തിലൊക്കെ, പാങ്കോങ്സോ എന്ന് പറയുന്ന സ്ഥലവും സോ മൊരീരി എന്നീ ലവണ ജല തടാകങ്ങളും ഈ മേഖലയിൽ കാണപ്പെടുന്നു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ധാല്, വൂളാർ എന്താണത്? ശുദ്ധജല തടാകങ്ങളാണ്. പാങ്കോങ്സോ, സോമൊരീരി എന്താണത്? ലവണജല തടാകങ്ങളാണ്. ഇതെല്ലാം എവിടെ കാണപ്പെടുന്നതാണ്? വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിൽ കാണപ്പെടുന്നതാണ്. സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളായ ചിനാബ്, ചലം എന്നിവയുമാണ് കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന നദികൾ. അപ്പോൾ കാശ്മീർ ഹിമാലയത്തിലൂടെ പാസ് ചെയ്യുന്ന സിന്ധുവിൻ്റെ 2 പോഷക നദികളുടെ പേര് പറഞ്ഞേ. ചിനാബും ചലവും. കാശ്മീരും വടക്കു കിഴക്കൻ ഹിമാലയവും ദൃശ്യമനോഹരിതയായാലും പ്രകൃതി സുന്ദരമായ ഭൂപ്രകൃതിയിലും അറിയപ്പെടുന്ന പ്രദേശമാണ്. ഒന്നും വേണ്ടല്ലോ. സാഹസിക വിനോദസഞ്ചാരികൾക്ക് ഹിമാലയൻ ഭൂപ്രകൃതി ഒരു ആകർഷണ കേന്ദ്രമാണ്. പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളായ നെക്സ്റ്റ് നോക്കാം, വൈഷ്ണവോ ദേവി ടെമ്പിൾ, അമർനാഥ് ഗുഹ, ചരാർ ഇ ഷെരീഫ് തുടങ്ങിയവ ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു.
അത് ഇമ്പോർട്ടൻ്റ് ആണ്. വൈഷ്ണവോ ദേവി ടെമ്പിൾ, അമർനാഥ് ഗുഹ, ചരാറി ഷെരീഫ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലാണ്. ധാരാളം തീർത്ഥാടകർ ഓരോ വർഷവും ഈ കേന്ദ്രങ്ങളിൽ സന്ദർശിക്കുന്നു. ഇപ്പം ന്യൂസ് പേപ്പറിനകത്ത് ഉണ്ടായിരുന്നില്ല ആൾ കൂടിയിട്ട് മരിച്ചതൊക്കെ വൈഷ്ണവോ ദേവി ടെമ്പിളിൽ. ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയാണ് ശ്രീനഗർ അല്ലെ. ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയാണ് ശ്രീനഗർ. ഈ ശ്രീനഗർ ഝലം നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇഷ്ടം പോലെ വട്ടം റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ശ്രീനഗർ നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഝലം നദിയുടെ തീരത്താണ്. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന ഝലം നദി യുവത്വഘട്ടത്തിലാണെങ്കിൽ പോലും വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നു. യുവത്വഘട്ടത്തിലാണെങ്കിൽ പോലും വക്രവലയങ്ങൾ സൃഷ്ടിക്കപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വക്രവലയത്തിന് ഇംഗ്ലീഷ് മിയാണ്ടേഴ്സ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ വളഞ്ഞ് കാണപ്പെടത്തില്ലേ? അതുകൊണ്ട് ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ കാണുന്നുണ്ട് കണ്ടോ, ഇങ്ങനെ വളവ്, നദിക്ക് ഇങ്ങനെ വളഞ്ഞു പോകാനുള്ള ഒരു കഴിവുണ്ട്. അത് പരിണാമത്തിലൂടെ ഉണ്ടാവുന്നതാണ്. പക്വതയാർ ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒഴുകുന്ന അങ്ങനെ ഉണ്ടാവുന്നതാണ് ഈ സർപ്പഗതി എന്നൊക്കെ പറയും. ഇങ്ങനെ വളഞ്ഞ് ഒഴുകുന്ന നദികൾ. അപ്പം ഈ ഒരു നീരൊഴുക്ക് ഭൂരൂപങ്ങളുടെ പരിണാമത്തിൽ പക്വതയാർന്ന ഘട്ടത്തിൽ രൂപം കൊണ്ടുവന്ന സവിശേഷ രൂപയാണ് വക്രവലയം എന്ന് പറയുന്നത്. അത് ഒരു യൂത്തായിട്ടുള്ള ഒരു നദിക്ക് ഇങ്ങനൊന്നും ഉണ്ടാവേണ്ടതല്ല. എങ്കിലും ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചേ. വളരെ കാലങ്ങൾക്ക് മുൻപ് നിലനിന്നിരുന്ന ഒരു വിശാലമായ തടാകത്തിന്റെ ഭാഗമായി ഇന്നത്തെ ദാൽ തടാകം പ്രാദേശിക അടിസ്ഥാന നിരപ്പായി പ്രവർത്തിക്കുന്നത് കാരണമാണ് കാശ്മീർ താഴ്വരയിൽ ഝലം നദി വക്രവലയം. അപ്പൊ വക്രവലയം രൂപം കൊള്ളാൻ മിയാണ്ടേഴ്സ് ഫോം ചെയ്യാനുള്ള കാരണം ദാൽ തടാകമാണെന്നാണ് പറയുന്നത്. അതവിടെ വിട്ടേക്കുക, ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പം ദാൽ തടാകത്തിന് എന്തുണ്ട്? മിയാണ്ടേഴ്സ് അഥവാ ഒരു വക്രവലയം സ്വീകരിക്കാനുള്ള കഴിവുണ്ട്. ഈ പ്രദേശത്തിന്റെ ഏറ്റവും തെക്കു ഭാഗത്ത് ഡ്യൂണുകൾ എന്നറിയപ്പെടുന്ന ദൈർഘ്യമേറിയ താഴ്വരകൾ കാണപ്പെടാറുണ്ട്. ജമ്മു ഡൂൺ, പത്താൻകോട്ട് ഡൂൺ എന്നിവ ഉദാഹരണങ്ങളാണ്. ഡ്യൂണുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെറാഡ്യൂൺ എന്ന് കേട്ടു, ഡെറാഡൂൺ. അപ്പം അതുപോലത്തെ ഡൂണുകൾ ഇതിന്റെ എവിടെ കാണാറുണ്ട്? തെക്കു ഭാഗത്ത്. ഇതാണ് നമ്മുടെ ഗ്രേറ്റർ ഹിമാലയ. അതിനകത്ത് ഹിമാലയത്തിലെ പർവ്വതനിരകളുടെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പോർഷനാണ്. ഇതിന്റെ തെക്ക് ഭാഗത്തോട്ട് ജമ്മു ഡൂൺ, പത്താൻകോട്ട് ഡൂൺ എന്ന് പറയുന്ന ഡൂണുകൾ അഥവാ താഴ്വരകൾ കാണപ്പെടാറുണ്ട്. ഇനി കാണാമോ നോക്കി. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ആ ഒരു ഹിമാലയത്തിന്റെ കാര്യം, കാശ്മീർ അല്ലെങ്കിൽ വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ സെക്ഷൻ കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പോയിന്റ്സ് ആണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് എല്ലാം നോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് പറയുന്നത് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തെ പറ്റിയിട്ടാണ്. പടിഞ്ഞാറ് രവി നദിക്കും കിഴക്ക് കാളി നദിക്കും ഇടയിലായിട്ടാണ് ഹിമാലയത്തിന്റെ ഈ ഉപവിഭാഗം കാണപ്പെടുന്നത്. എന്താണ് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം കാണപ്പെടുന്നത്? നെക്സ്റ്റ് നോക്കാം, ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം. ആദ്യം പൊസിഷൻ നോക്കാം. പടിഞ്ഞാറ് രവി നദിക്കും കിഴക്ക് കാളി എന്ന് പറയുന്നത് ഘാഗ്ര നദിയുടെ പോഷക നദിയാണ്. ഘാഗ്ര നദി ഗംഗാ നദിയുടെയാണ്. അപ്പൊ ഘാഗ്ര നദിയുടെ പോഷക നദിയായ കാളി കിഴക്ക്, പടിഞ്ഞാറ് രവി നദിക്കും ഇടയിലായിട്ടാണ് ഹിമാലയത്തിന്റെ ഈ ഉപവിഭാഗമായ ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം കാണപ്പെടുന്നത്. സിന്ധു, ഗംഗ എന്നീ രണ്ട് നദീവ്യൂഹങ്ങളാണ് ഈ പ്രദേശത്തെ പ്രധാന നീരൊഴുക്കുകൾ. സിന്ധു നദിയുടെ പോഷക നദികളായ രവി, ബിയ, സത്ലജ് എന്നിവയും ഗംഗയുടെ പോഷക നദികളായ യമുന, ഘാഗ്ര എന്നിവയുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നദികൾ. അപ്പം ഘാഗ്ര ഇപ്പോൾ നമ്മൾ പറഞ്ഞു, യമുനയും ഗംഗയുടെ പോഷക നദിയാണ്. രവി, ബിയ, സത്ലജ് ഇതെല്ലാം ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ കൂടെ പോകുന്നുണ്ട്. എന്നാൽ സത്ലജ് പറഞ്ഞു, എന്നാൽ ഝലം, ചിനാബ് അതിൻ്റെ രണ്ടിൻ്റെയും പേര് ഇവിടെ പറയുന്നില്ല, ശ്രദ്ധിച്ചോണം. ലാഹുൽ സ്പിതി ജില്ലയിലെ സ്പിതി റവന്യൂ സബ് ഡിവിഷനിൽ ഉൾപ്പെടുന്ന ഹിമാലയത്തിന്റെ ഏറ്റവും വടക്കു ഭാഗം ലഡാക്ക് ശീത മരുഭൂമിയുടെ തുടർച്ചയാണ്. വടക്കു നിന്നും തെക്കോട്ട് ഗ്രേറ്റ് ഹിമാലയൻ നിര, ലെസ്സർ ഹിമാലയൻ നിര, പ്രാദേശികമായി ഹിമാചൽ പ്രദേശിലെ ധൗളാധർ എന്നും ഉത്തരാഖണ്ഡിൽ നാഗദിബ എന്നും അറിയപ്പെടുന്നു. ഒന്നുകൂടെ നോക്കാം. ആദ്യം കേൾക്കുമ്പോൾ ഒരിച്ചിരി പ്രയാസം കാണും. ഒന്നുകൂടെ നോക്കുക. വടക്കു നിന്നും തെക്കോട്ട് ഗ്രേറ്റ് ഹിമാലയൻ നിര, ലെസ്സർ ഹിമാലയം. എന്താണ് വടക്ക് നിന്നും തെക്കോട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു പോക്കാണ്. വടക്ക് നിന്നും തെക്കോട്ട് ഇങ്ങനെ പോകുന്നത്, കിഴക്കോട്ടല്ല ആലോചിച്ചോണം. വടക്ക് നിന്നും തെക്കോട്ട് ഇങ്ങനെയാണ് വടക്കും തെക്കുമെങ്കിലും വടക്ക് നിന്നും തെക്കോട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു പോക്കാണ് ഉദ്ദേശിക്കുന്ന പർവ്വതനിരയുടെ. വടക്ക് നിന്നും തെക്കോട്ട് ഗ്രേറ്റ് ഹിമാലയൻ നിര, ലെസ്സർ ഹിമാലയം, ശിവാലിക് നിര എന്നിങ്ങനെയുള്ള 3 തരത്തിലുള്ള, അതായത് ഹിമാലയത്തിലെ 3 പ്രധാന പർവ്വത നിരകൾ ഈ വിഭാഗത്തിലൂടെ വ്യക്തമായി കാണപ്പെടാം. അപ്പം നമ്മൾ പറഞ്ഞു
3 ലെവലായിട്ട് തിരിച്ചിട്ടുണ്ട്. വടക്ക് നിന്നും തെക്കോട്ട് ഗ്രേറ്റ് ഹിമാലയം, ലെസ്സർ ഹിമാലയം അഥവാ മധ്യ ഹിമാലയം, ശിവാലിക് നിര. ഇത് ഈ 3 ഇവിടെ നിന്നിട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. എവിടെ നിന്നിട്ട്? ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയത്തിൽ. ലെസ്സർ ഹിമാലയത്തിലെ 1000 മീറ്ററിനും 2000 മീറ്ററിനും ഇടയിൽ ഉയരമുള്ള ഈ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് കോളനി ഭരണകാലത്ത് അവരെ വളരെ ആകർഷിപ്പിക്കുകയും തുടർന്ന് ഈ പ്രദേശങ്ങളിൽ പ്രധാന സുഖവാസ കേന്ദ്രങ്ങളായ ധർമ്മശാല, മുസോറി, ഷിംല, കൗസാനി എന്നിവയും കൺട്രോൺമെന്റ് പട്ടങ്ങളും ഹെൽത്ത് റിസോർട്ടുകളായ സിംല, മുസോറി, കസോളി, അൽമോറ, ലാൻഡോൺ, റാണിക്കെറ്റ് എന്നിവയും വികസിപ്പിച്ചു. അപ്പൊ ഈ പേരുകളൊക്കെയാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. ഈ പേരുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ സുഖവാസ കേന്ദ്രങ്ങൾ എവിടെ ഉൾക്കൊള്ളുന്നു? ഇവിടെ ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയത്തിൽ ഉൾക്കൊള്ളുന്നു. ഈ പ്രദേശത്തിന്റെ 2 ഭൂപ്രകൃതി സവിശേഷതകളാണ് സിവാലിക്കും ഡൂണുകളും. ഈ പ്രദേശത്തെ പ്രധാന ഡൂണുകളാണ് ചണ്ഡീഗഡ് കൽക്ക ഡൂൺ, നാലാഗഡ് ഡൂൺ, ഡെറാഡൂണ്, ഹരിക്കെ ഡൂണ്, കോട്ട ഡൂൺ തുടങ്ങിയവ. ഇവയിൽ ഏറ്റവും വലിയ ഡൂണായ ഡെറാഡൂണിന് ഏകദേശം 35 മുതൽ 45 കിലോമീറ്റർ വരെ നീളവും 22 മുതൽ 25 കിലോമീറ്റർ വരെ വീതിയുമുണ്ട്. ഗ്രേറ്റ് ഹിമാലയത്തിന്റെ താഴ്വരങ്ങളിൽ മിക്കവാറും ഭോട്ടിയ ഗോത്രവർഗക്കാരാണ് അധിവസിക്കുന്നത്. അപ്പം ഗ്രേറ്റർ ഹിമാലയത്തിന്റെ താഴെ താമസിക്കുന്ന ഗോത്രവർഗക്കാരാണ് ഭോട്ടിയ. ഇവർ വേനൽ മാസങ്ങളിൽ ബെഗ്യാലുകളിലേക്കും, അതായത് ഉയർന്ന പർവ്വത ചരിവുകളിലെ വേനൽക്കാല പുൽമേടുകൾ അറിയപ്പെടുന്ന പേരാണ് ബെഗ്യാലുകൾ. അപ്പൊ ഇവരെന്തു ചെയ്യും? മാസങ്ങളിൽ അങ്ങോട്ട് പോകുന്നു, ശൈത്യകാലത്ത് തിരികെ താഴ്വരത്തിലേക്ക് ദേശാടനം നടത്തുകയും ചെയ്യുന്നു. പ്രസിദ്ധമായ പൂക്കളുടെ താഴ്വര അല്ലെങ്കിൽ വാലി ഓഫ് ഫ്ലവേഴ്സ് ആണ് ഇവിടെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു കാര്യം. വാലി ഓഫ് ഫ്ലവേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ഉത്തരാഖണ്ഡ്, ഹിമാചൽ ആ ഒരു പോർഷനിലാണ്. ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രിനാഥ്, ഹേമകുണ്ട്, സാഹിബ് തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളും ഈ ഹിമാലയ ഭാഗത്തിൽ സ്ഥിതി ചെയ്യുന്നു. നമുക്കറിയാവുന്ന കുറേ പേരുകളാണ്. ഇതെല്ലാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് എഴുതി വയ്ക്കുക. ഈ പ്രദേശം പ്രസിദ്ധമായ പഞ്ചപ്രയാഗങ്ങൾ അല്ലെങ്കിൽ നദികളുടെ സംഗമസ്ഥാനം, 5 നദികൾ ചേരുന്ന സ്ഥലം, പഞ്ചപ്രയാഗങ്ങളുടെ അല്ലെങ്കിൽ നദികളുടെ സംഗമ സ്ഥലം എന്ന പേരിലും അറിയപ്പെടുന്നു പ്രദേശം. പഞ്ചപ്രയാഗങ്ങൾ ഈ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ, അതായത് അത് നദികളെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് 3-ാം ചാപ്റ്റർ. അവിടെ നമ്മൾ വിശദമായിട്ട് അതിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഡൗട്ട് ഇല്ലല്ലോ, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ഇവിടെ ഒരു ബോക്സിനകത്ത് ശിവാലിക്കിനെ പറ്റിയിട്ട് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി. ഡെറാഡൂണിനടുത്ത് സിവാവല എന്ന സ്ഥലത്തും പരിസര പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഭൗമസ്ഥലങ്ങളിൽ നിന്നുമാണ് സിവാലിക് എന്ന പദം രൂപം കൊണ്ടത്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ രാജകീയ സർവേയുടെ ആസ്ഥാനമായിരുന്ന ഡെറാഡൂൺ പിൻകാലത്ത് സ്വതന്ത്ര ഇന്ത്യയുടെ സർവേ വിഭാഗമായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനമായി മാറി. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, അതും കൂടെ നോട്ട് ചെയ്തങ്ങ് കൂട്ടത്തിൽ വെച്ചേക്കാം. അപ്പം ഇന്ന് പറഞ്ഞത്, ഞാൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറേ ഏറെ ഉണ്ട്, അതുകൊണ്ട് എല്ലാം കൂടി ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്താത്തതാണ്. അപ്പം ഇന്ന് പറഞ്ഞത് നമ്മൾ പ്രധാനമായിട്ടും എവിടെയാണ് ഭൂപ്രകൃതി വിഭാഗം തുടങ്ങി ഭൂപ്രകൃതി 6ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഈ 6 എണ്ണത്തിനകത്തു നിന്നും ഓരോന്നിനെ, അതായത് ഒരെണ്ണം എടുത്തപ്പോൾ തന്നെ നമുക്ക് സബ് കാറ്റഗറി, വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ എടുത്തപ്പോൾ തന്നെ നമുക്ക് കുറച്ച് സബ് കാറ്റഗറി ആയിട്ട് ഒരു 5 എണ്ണം വന്നു. ആ 5 എണ്ണത്തിനകത്ത് നമ്മൾ കാശ്മീർ, വടക്ക് പടിഞ്ഞാറ് കഴിഞ്ഞു, ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയം പറഞ്ഞു കഴിഞ്ഞു. ഇനി 3 എണ്ണം കൂടെയുണ്ട്. ആ 3 എണ്ണം കൂടെ പറയാൻ ഇന്ന് നേരം കിട്ടാത്തത് കൊണ്ടാണ് നിർത്തുന്നത്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.